ഹലോ ഫ്രണ്ട്സ്, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മുടെ പലരുടെ വീട്ടിലും എ സി ഉണ്ട്. അപ്പോൾ എ സി പുതുതായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവരുടെയൊക്കെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എ സിയിൽ കറക്റ്റായിട്ടുള്ള കൂള് ലഭിക്കത്തില്ല, അല്ലെങ്കിൽ വാട്ടർ ലീക്കേജ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലരും നേരിടാറുണ്ട്. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇതുണ്ടാവാനുള്ള കാരണം എങ്ങനെ, അതുപോലെ തന്നെ ഇതിൻ്റെ ലൈവായിട്ടുള്ള ക്ലീനിങ് പ്രോസസ്സ് എന്താണ്, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് എ സി മെക്കാനിക്കും എൻ്റെ ഒരു സുഹൃത്തുമായിട്ടുള്ള ആഷിഖ് നമ്മുടെ കൂടെ ഉണ്ട്. ആഷിഖാണ് ഇന്ന് ഈ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സും അതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഒട്ടും തന്നെ ലേറ്റ് ആവാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ എ സിയിലത്തെ കുഴപ്പമെന്ന് പറയുമ്പോഴത്തേക്കും വാട്ടർ ലീക്കാണ് എ സിക്ക് കൂടുതൽ. അതായത് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നത് വാട്ടർ ലീക്കാണ് അധികം എ സിയിൽ കൂളിംഗ് കുറയാൻ വേണ്ടിയിട്ടുള്ള കാരണം. അതായത് പൊടി അധികം കയറിയിട്ടാണ് പിന്നെ ഇത് കൂളിംഗ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. പിന്നെ പൊടി കയറി അടയുമ്പോഴാണ്, അതിൻ്റെ ഡ്രൈനോസിലൊക്കെ ഫുള്ളും അടയുമ്പോഴാണ് ഇത് പിന്നെ വാട്ടർ ലീക്ക് അധികം ഉണ്ടാകുന്നത്. അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് പ്രോപ്പർലി സർവീസ് ചെയ്യുക. സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പ്രോപ്പർലി ഇത് കറക്റ്റ് സർവീസ് സെൻ്ററായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ പുതിയ എ സിക്കാണെങ്കിൽ സർവീസ് സെൻ്ററായിട്ട് ബന്ധപ്പെടുക. അല്ല, ഒരു വർഷം അതായത് കുറേ കാലപ്പഴക്കം ഉണ്ടെങ്കിൽ ടെക്നീഷ്യന്മാരായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആളായിട്ടുള്ള കോണ്ടാക്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ എ സി സർവീസ് ചെയ്യാൻ പോവുകയാണ്. എ സി പൊളിച്ചിട്ട് എങ്ങനെയാണ് പൊടി അകത്തിരിക്കുന്നത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇത് പൊളിച്ച് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം വരാനുള്ള കാരണം ഈ അകത്തുള്ള ഡ്രൈനേഴ്സ് ബ്ലോക്കാണ്. അതായത് പൊടി കയറി അടഞ്ഞിട്ട് ഡ്രൈനേഴ്സ് ബ്ലോക്കായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വെള്ളം നമ്മളെ റൂമിലൊക്കെ വിടാനുള്ള മെയിൻ കാരണം അതാണ്. കാരണം കൂടുതൽ പൊടി, അതായത് സർവീസ് കറക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ പൊടി കയറി അടഞ്ഞിട്ട് ഇതുപോലെ വെള്ളം കാണുന്നുണ്ടോ എന്നറിയില്ല, വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ബോഡിയൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഫിൽട്ടർ. ഇതിപ്പോൾ ഫിൽട്ടർ ഫുള്ളും ക്ലീൻഡാണ്. എന്ന് വെച്ചാൽ ഇന്നലെ എടുത്ത് കഴുകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലിപ്പം മെയിനായിട്ട് ക്ലീൻ ചെയ്യേണ്ട പാർട്ട് ഇതാണ്, സിങ്സ് ആണ് ക്ലീൻ ചെയ്യേണ്ടത്. സിങ്സിൽ നല്ല പൊടിയുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ ഈ ഡ്രൈനേഴ്സ് ബ്ലോക്ക്ഡ് ആണ്, അതുകൊണ്ടാണ് പിന്നെ വെള്ളം ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നത്. അതുകൊണ്ടാണ് ഈ ബീക്കർ ഫുള്ളും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഞാനത് ഇളക്കി ഒന്ന് കാട്ടിത്തരാം. കണ്ടില്ലേ, ഇത്രയും വെള്ളം ഇതിനകത്തുണ്ടായിരുന്നു ആഷിക്ക്. ഇത്രയും വെള്ളം വരാൻ കാരണം ഈ ഡ്രൈനേഴ്സ് ഇവിടെ ബ്ലോക്ക് ആയി നിന്നതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഇവിടെ ഇപ്പം ഇങ്ങനെ വിടുന്നത്. അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഇതിൽ നിൽക്കത്തില്ല, ഇതിൽ കൂടെ അങ്ങോട്ട് പോകും വെള്ളം. ഇതാണ് സിങ്സ്. സിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അകത്തൂടെയാണ് ഗ്യാസ് കടന്നു പോകുന്നത്. ആ ഗ്യാസ് കടന്നു പോകുന്ന വാൾവ് ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഫുള്ളും പൊടി കയറി അടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂളിങ് പ്രോപ്പർലായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ ഫാനിലും ബ്ലോവറിലും കയറി അടഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്ലോവറിൽ കാണാൻ പറ്റുമെന്നറിയില്ല, നല്ല പൊടിയുണ്ട്. ഇത് ക്ലീൻ ചെയ്തിട്ടാൽ കറക്റ്റ് കൂളിങ് നമുക്ക് ലഭിക്കത്തുള്ളൂ. വെള്ളം തങ്ങി നിൽക്കുന്നത് ഇതിലാണ്. ഇതാണ് ബീക്കർ. ഇതിലാണ് വെള്ളം കൂടുതലായിട്ട് തങ്ങി. അതായത് ഇതിൽ നിന്ന് വരുന്ന വെള്ളം, തണുപ്പിച്ച് വിടുന്ന വെള്ളം ഇതിൽ വിടുന്നിട്ടാണ് ഇവിടെ കൂടെയാണ് അങ്ങോട്ട് പുറത്തേക്ക് പോകുന്നത്. ഇത് ഇവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട്, അതായത് ഡ്രൈനോസ് ആണിത്. നമ്മളെ ചെറിയൊരു ഓവ് പോലത്തെ ഒരു സാധനമാണിത്. അത് ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഈ വെള്ളം പുറത്തോട്ട്, നേരത്തെ കാണിച്ചു തന്ന പോലെ പുറത്തോട്ട് വിടുന്നത്. അത് ബ്ലോക്ക് ആകുമ്പോൾ ഇതുപോലത്തെ ചെറിയ വയറോ അല്ലെങ്കിൽ ചെറിയ ഇരുമ്പിൻ്റെ ചെറിയ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്താണെങ്കിലും എടുത്തിട്ട് അകത്തോട്ട് ചെറിയൊരു അനക്കം കൊടുത്ത് അകത്തോട്ട് കയറ്റി വിടുക. അപ്പോൾ ഈ ബ്ലോക്ക് മാറിക്കിട്ടും. ബ്ലോക്ക് മാറുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടെ പഴയതുപോലെ സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക.
നമ്മളിപ്പോൾ ഇത് സർവീസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഫുള്ള് അകത്തും പുറത്തൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ഇത് കംപ്ലൈൻറ്റ് കാണിച്ചെന്ന് പറയുമ്പോൾ വാട്ടർ ലീക്കാണ്. പൊടി കയറി അടഞ്ഞിട്ട് വാട്ടർ ലീക്കേജ് വന്നതാണ്. അപ്പം വാട്ടർ ലീക്കേജ് വരാൻ കാരണം ഒരുപാട് പൊടി കയറി അടഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പൊടി കയറി അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്തു നോക്കുന്നത് കുറച്ച് വെള്ളം ഇതുപോലെ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഇത് ബോർഡിൽ ഒഴിക്കരുത്, കുറച്ചുകൂടെ മാറ്റി സിങ്സ് ഇതിൽ ഒരുപാട് അങ്ങനെ ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ക്ലീൻ ചെയ്ത് പ്രോപ്പർലി കറക്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ AC ഓടി കുറേ സമയം കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഇത് പിന്നെ വെള്ളം വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വെള്ളം ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ക്ലീൻഡ് ആണോ ഓക്കെ ആണോ എന്നുള്ളത് ലീക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അത് അറിയാൻ പറ്റും. ഇതിപ്പോൾ വെള്ളം ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നോക്കിയപ്പോഴത്തേക്കും വെള്ളം ഇവിടെ തങ്ങി നിൽക്കുന്നില്ല. ഡ്രൈനോസ് വഴി പുറത്ത് വെള്ളം കറക്റ്റ് പ്രോപ്പർലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതും സർവീസ് ഓക്കെയാണ്. നമ്മൾ ഇളക്കിയെടുത്തതാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫ്രെയിമാണിത്. അപ്പം നമ്മൾ എല്ലാ പാഴ്സും സെപ്പറേറ്റ് ആയിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. എല്ലാ പാഴ്സും ഞങ്ങൾ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് പഴയതുപോലെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ AC യുടെ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സർവീസിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് എവിടെ വേണമെങ്കിലും നമ്മുടെ ആഷിക്ക് വരുന്നതായിരിക്കും. ആഷിക്ക് എവിടെ പോയാലും സർവീസ് ചെയ്ത് കൊടുക്കില്ലേ? അപ്പോൾ ആഷിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കോൾ ചെയ്യുക. അതുപോലെ ഇതുപോലെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കാണാം. അതുവരെയും